കണ്ണൂർ തലശ്ശേരി ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരന് ക്രൂരമർദ്ദനം എന്നൊരു വാർത്ത വരുന്നു. സെക്യൂരിറ്റിയെ മർദ്ദിച്ച നുളിയാത്തോട് സ്വദേശി നൌഫലിനെ പോലീസ് പിടികൂടി. പാർക്കിങ്ങിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ പ്രദീപ് കുമാർ നിലവിൽ ചികിത്സയിലാണ്. അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, എപ്പോഴാണ് സംഭവം? ഈ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ്, ഗുരുതരമാണോ അവസ്ഥ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അരുൺകുമാർ, തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഇന്നലെ വൈകുന്നേരം ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുള്ള ഒരാളിൽ നിന്നും മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇയാളുടെ കാലിനും അതുപോലെ തന്നെ മുഖത്തും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാലിൻ്റെ എല്ല് പൊട്ടി എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൂടെ തർക്കത്തിൻ്റെ പ്രധാനമായ കാരണമെന്ന് പറയുന്നത്, ഒരു രോഗിയെ കൊണ്ടുപോകുന്ന ഒരു ഓട്ടോറിക്ഷ ഈ സ്ഥലത്തേക്ക് എത്തുന്നു, അതായത് ആശുപത്രിയിലേക്ക് എത്തുന്നു. ആ സമയത്ത് അവിടെ മുന്നേ തന്നെ പാർക്ക് ചെയ്തിട്ടുള്ള ഒരു കാറിനോട് അല്പം ഒന്ന് വാഹനം പുറകോട്ട് എടുക്കണമെന്ന് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ പറയുകയും ചെയ്തു. ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാർ ഡ്രൈവറായിട്ടുള്ള കടവത്തൂർ സ്വദേശി, മുളിയാത്തോട് സ്വദേശിയായിട്ടുള്ള നൌഫൽ ഈ പറയുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ പ്രദീപിനെതിരെ ഒരു വാക്കേറ്റമുണ്ടാകുന്നു. പിന്നീട് അതൊരു കയ്യാങ്കളിയിലേക്ക് എത്തുന്നു. അങ്ങനെ പ്രദീപ് കുമാറിന് നേരെ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ആ ഒരു നിസ്സാരമായിട്ടുള്ള കാര്യത്തിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനെതിരെയുള്ള ഒരു കയ്യേറ്റമുണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ പ്രദീപിന് കാലിൻ്റെ എല്ല് പൊട്ടുന്ന അടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ഒരു പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ കേസിലെ പ്രതിയായിട്ടുള്ള നൌഫലിനെ തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് ഇദ്ദേഹത്തെ ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ തലശ്ശേരി പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തി വളരെ പെട്ടെന്ന് തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ ഗൗരവമുള്ള സംഭവമാണ്. ഒരു ആശുപത്രിയിലെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരെ കയ്യേറ്റമുണ്ടാകുന്നു. അതും നിസ്സാരമായ ഒരു പ്രശ്നമാണ്. അതായത് ഒരു വാഹനം പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രിയിൽ എത്തിയിട്ടുള്ള ഒരു രോഗിയെ ആശുപത്രിയുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ടുള്ള ഒരു വാഹനം പുറകോട്ടെടുക്കാൻ ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ സെക്യൂരിറ്റി ജീവനക്കാരൊക്കെ വലിയ ബുദ്ധിമുട്ടിയാണ് ഈ പണിയെടുക്കുന്നത്. തുച്ഛമായ തുകയ്ക്ക് പണിയെടുക്കുന്നവരാണ്. പല ഏജൻസികളും അവരെ വല്ലാതെ കൊള്ളയടിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ മർദ്ദനം കൂടി ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. നിർഭാഗ്യകരമായ സംഭവം.